ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോർമൽ കേക്കല്ല, ഒരു കസ്റ്റർഡ് കേക്ക്. ഞങ്ങൾക്കൊന്ന് റെസിപ്പി ഒന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഞങ്ങൾക്കിവിടെ എടുത്തു വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണേ. അതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, കുറച്ച് ഒരു ടേസ്റ്റ് ബാലൻസ് വേണ്ടിയിട്ട് അതും ചേർത്തെടുത്ത് സൈഡിൽ ഞങ്ങൾക്ക് അത് എടുത്ത് വെക്കാം. ഇനി അടുത്തതായി 2 ടേബിൾ സ്പൂൺ പാലിലും 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് നല്ലതായി അതും മിക്സ് ചെയ്തിട്ട് അതും സൈഡിൽ എടുത്ത് വെക്കാം. കസ്റ്റർഡ് കേക്ക് അല്ലേ. പിന്നെ 3 മുട്ട, റൂം ടെമ്പറേച്ചറാണ്. 3 മുട്ട നന്നായി ബീറ്റ് ചെയ്യാം. കുറച്ചൊരു നല്ലൊരു ഇതായി വരുമ്പം തന്നെ ഞങ്ങൾക്ക് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക. നോർമൽ ഷുഗറാണ്, പൗഡർ ഷുഗർ ഒന്നുമല്ല. അത് ഹാഫായിട്ട് ഞങ്ങൾക്കൊന്ന് ചേർത്ത് കൊടുത്ത് നല്ല ക്ഷമയോടെ ബീറ്റ് ചെയ്തെടുക്കണേ. ഞാൻ കുറേ സമയം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, എന്നാലും നല്ല പ്ലഫിയ കേക്ക് കിട്ടും. അതിൽ ഞങ്ങൾക്ക് 1/2 കപ്പ് ഓയിലും ചേർത്ത് വീണ്ടും നല്ലതായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ വീഡിയോ ലോങ് ആണ്ടാൻ വിചാരിച്ചിട്ട് അത് കാണിക്കാതിരുന്നതാണ്. നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൗഡർ ഉണ്ടല്ലോ, മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും, അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ബീറ്റിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു സ്പാച്ചുലറിൻ്റോ തവി കൊണ്ടോ കട്ടൻ ഫോൾഡിൽ മോഡൽ മെല്ലെ ഒന്ന് ഇതാക്കി കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് മിക്സിയിലും വേണമെങ്കിൽ ചേർത്ത് ആക്കാം. ഈ മുട്ടയും അതും ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഈ മൈദ ചേർക്കുന്ന ഭാഗം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സ്ലോലി ഫോൾഡ് ചെയ്ത് കൊടുക്കണേ. ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റർഡ് പൗഡർ ഉണ്ടല്ലോ, അതും അതിൽ ചേർത്ത് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൽ തന്നെ ഏലക്കാപ്പൊടി അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്തെടുത്തത്. അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ. അപ്പം ഞാൻ നന്നായി നല്ലൊരു ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പോട്ടിലാണ് ഉണ്ടാക്കുന്നത്, നോൺ സ്റ്റിക്ക് പോട്ടിൽ. അതിൽ താഴത്ത് ഇങ്ങനത്തെ ഒരു പാത്രം വെച്ചാൽ നല്ല കേക്കായിട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് പഴയ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ വെച്ചാലും മതി. അതിൽ ഗീ ഒന്ന് എല്ലാവരുടെയും നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഗീയോ ഓയിലോ ബട്ടറോ ചേർത്ത് അതിൽ ഞങ്ങൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എനിക്കിവിടെ ഒരു 30 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ഇടയിലൊന്ന് കത്തി കൊണ്ടോ ബാമ്പു സ്റ്റിക്ക് കൊണ്ടോ ഒന്ന് കുത്തി നോക്കണേ. എനിക്ക് 30 മിനിറ്റ് ആയപ്പോൾ നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ട, പാത്രം ഫുള്ളായിട്ട് തന്നെ മാഷാല്ലാ നല്ല കേക്കായിട്ട് തന്നെ മാഷാല്ലാ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം. കേക്ക് എടുത്ത് കാണിച്ചു തരാം. കേക്ക് കുറച്ച് തണുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. കണ്ട, നല്ലൊരു കേക്കായിട്ട് നല്ല കളറായിട്ട് നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്തിട്ടോ ചോക്ലേറ്റ് ടിപ്പ് ചേർത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ചായൻ്റെ കൂടെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇങ്ങനെ കേക്കും ചായ ഒന്ന് മുക്കി കഴിക്കാം, അത് അടിപൊളി കോമ്പിനേഷനാണ്. കണ്ട, ഞാൻ അതിൻ്റെ ഇടയിൽ ടൂട്ടി ഫ്രൂട്ടി ചേർത്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ല സോഫ്റ്റ് കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ ചാനലിൽ ഇടണം. ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.